Reflex Tech വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു AVR ആണ്, അതായത് 4K സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു AVR ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കണേക്കാൾ മുമ്പ് വേറൊരു കാര്യം കൂടി നോക്കാം. കാരണം പലരും ചോദിക്കാറുണ്ട് നമ്മുടെ സബ്വൂഫറിൻ്റെ പുതിയ സബ്വൂഫറിൻ്റെ വീഡിയോ, അതുപോലെ തന്നെ സബ്വൂഫറിൻ്റെ ബോക്സിൻ്റെ വീഡിയോസ്, നമ്മുടെ സാറ്റലൈറ്റ് ബോക്സ്, ഇതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ ചോദിക്കാറുണ്ട്. അത് എപ്പോഴും അത് ചെയ്യാനായിട്ട് മറന്നു പോകും. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പെർ ചാനൽ 100 വാട്ട് ചെയ്യുന്ന, അതായത് 5.1 ആയിട്ട് ചെയ്യുമ്പോൾ ഓരോ ചാനലിൽ 100 വാട്ട് വരുന്ന ആംപ്ലിഫയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൊടുക്കുന്നത് ഇങ്ങനത്തെ ബോക്സാണ്. ഇത് സ്ക്വയർ ആയിട്ടുള്ളതുണ്ട്, ഇങ്ങനെ ഫ്രണ്ട് ടേപ്പർ ചെയ്ത ടൈപ്പും വരുന്നുണ്ട്. അതിൽ വന്നിരിക്കുന്നത് 6 ഇഞ്ച് ഊഫറാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 2 വേ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 6 ഇഞ്ച് ഊഫർ വിത്ത് ട്യൂട്ടറാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെൻട്രൽ ചാനലിനുള്ള സ്പീക്കറും കൊടുക്കാറുണ്ട്. അതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് 2 6 ഇഞ്ച് ഊഫറും വിത്ത് ട്യൂട്ടറാണ്. അതും 2 വേ ആയിട്ട് തന്നെ കൊടുക്കുന്നത്. 100 വാട്ട് താങ്ങാവുന്ന രീതിയിലാണ് നമ്മൾ സെൻട്രൽ സ്പീക്കറും സെൻട്രൽ ബോക്സും കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 2-3 മോഡലായിട്ട് വരുന്നുണ്ട്. 5.2 ആയിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ 5.1 തന്നെ 2 മോഡലുണ്ട്. 6 ഇഞ്ചിൽ വരുന്ന ബോക്സും സ്പീക്കറുകളുണ്ട്, 4 ഇഞ്ചിൽ വരുന്ന സ്പീക്കറും ബോക്സുകളായിട്ട് തന്നെയുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സബ്വൂഫറിൻ്റെ ബോക്സ് 12 ഇഞ്ചിന് ഉപയോഗിക്കുന്നത് കോമൺ ആയിട്ടുള്ള ബോക്സ് തന്നെയാണ്. അതിലിപ്പോൾ വില കുറഞ്ഞതായാലും കൂടിയതായാലും വ്യത്യാസമില്ല. നമ്മൾ പല രീതിയിലുള്ള സബ്വൂഫറുകൾ വെക്കാറുണ്ട്, ODXൻ്റെ വെക്കാറുണ്ട്, JBL വെക്കാറുണ്ട്. അതിന് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ബോക്സ് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ചെറിയ രീതിയിലുള്ള നമ്മുടെ ആംപ്ലിഫയറിന്, അതായത് ചെറിയ രീതിയിലുള്ള ആംപ്ലിഫയർ എടുത്താലും നമ്മുടെ സബ്വൂഫറിൻ്റെ വാട്ട് എല്ലാത്തിലും 200 വാട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതിൽ സെയിം ബോക്സ് തന്നെയാണ് സബ്വൂഫറിന്. സാറ്റലൈറ്റ് ബോക്സ് ആയിട്ട് വരുന്നതാണ് ചെറിയ ആംപ്ലിഫയറിന് വരുന്നത്. 4 ഇഞ്ച് അവാർഡിൻ്റെ സ്പീക്കർ, അതായത് ഊഫർ ഒരു ട്യൂട്ടറും വെച്ചിട്ടാണ് വരുന്നത്. 2 വേ ആയിട്ട് തന്നെ സാറ്റലൈറ്റ് ബോക്സ് വരുന്നത്. 4 ഇഞ്ചാണത്. സെൻട്രൽ ചാനലിൽ ഉപയോഗിച്ചിരിക്കുന്നത് 2 4 ഇഞ്ചാണ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 വേ ആയിട്ട് 2 4 ഇഞ്ച് വിത്ത് ട്യൂട്ടറാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് സുഹൃത്തുക്കൾ അതുപോലെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ആംപ്ലിഫയറിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ പ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് HDMI തന്നെയാണ്. HDMIയുടെ മുൻപ് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അതിൽ ചെറിയ വ്യത്യാസങ്ങളും കൂടി വരുത്തിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ആംപ്ലിഫയറിൽ ചെയ്തിരിക്കുന്നത് ടൊറോയിഡ് ട്രാൻസ്ഫോമർ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള പവർ ട്രിക്കിൻ്റെ 5 ചാനൽ സറൗണ്ടിന് വേണ്ടിയിട്ട് 5 ചാനൽ നമ്മൾ 5200 1943 തന്നെയാണ് ഇതിനകത്തും ഉപയോഗിച്ചിരിക്കുന്നത്. സബ്വൂഫറിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള മോസ്ഫെറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. IRF 240 9240 തന്നെയാണ് ഇതിനകത്തും ഉപയോഗിച്ചിരിക്കുന്നത്. 5 ചാനൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ, അത് നമ്മൾ പവർ ട്രിക്കിൻ്റെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കൂടാതെ നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഒരു Gtechൻ്റെ PCM കിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നല്ലൊരു കിറ്റാണ്, നല്ല രീതിയിലുള്ള റിമോട്ട് കിറ്റാണ്. അതിൽ ചില പ്രത്യേകതകളൊക്കെ വരുത്തിയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. കാരണം അതിനകത്ത് വന്നിരിക്കുന്നത് ഒരു ഒപ്റ്റിക്കൽ വരുന്നുണ്ട്, 2 കോയാക്സിൽ വരുന്നുണ്ട്, ഓക്സിലറി 2 വരുന്നുണ്ട്, DVD ഇൻപുട്ട് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് അതിൻ്റെ കാർഡിൽ ഇൻപുട്ടുകൾ വരുന്നത്. അടുത്തായിട്ട് നമ്മൾ Gtechൻ്റെ തന്നെ HDMI കാർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് 4 HDMI ഇൻപുട്ട് വരുന്നുണ്ട്, ഒരു ഔട്ട് വരുന്നുണ്ട്. അത് ARC ഉൾപ്പെടെയാണ് ഔട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു DTS കാർഡാണ്. അത് ഒറിജിനൽ IC എന്ന് പറയാൻ പറ്റില്ല, സൺപ്ലസിൻ്റെ DTS IC ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, നമുക്ക് നല്ല രീതിയിലുള്ളൊരു സപ്രഷനുണ്ട് 6 ചാനലായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ HDMI കാർഡിൽ നിന്ന് DTS സറൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കാർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന USB പാനലുകൾ, ക്യാബിൻ, ഫ്രണ്ട് പാനൽ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളതൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി എല്ലാ പ്രാവശ്യം പറയാറുള്ള പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വീഡിയോ പ്ലേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കോപ്പിറൈറ്റ് പ്രോബ്ലം വരും. നമുക്ക് ചിലപ്പോൾ ചാനൽ അവർ ബ്ലോക്ക് ആക്കി കളയും. അതുകൊണ്ടാണ് കോപ്പിറൈറ്റുള്ള പാട്ടുകളും വീഡിയോസ് ഇടാൻ ബുദ്ധിമുട്ട്. ഓഡിയോ നമുക്ക് യൂട്യൂബ് തരുന്ന ഓഡിയോ മാത്രമാണ് ഇടാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഇൻറ്റീരിയലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന ടൊറോയിഡ് ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ 35035 ഉണ്ട്. പിന്നെ അതുകൂടാതെ 12012 ഫാനിന്, അതുപോലെ തന്നെ മറ്റുള്ള
ബോർഡുകൾക്കും സ്പീക്കർ പ്രൊട്ടക്ഷനൊക്കെ ആയിട്ട് വേറെ 12 എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ട്രാൻസ്ഫോമർ നമ്മൾ വൈൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ തന്നെ പവർ സപ്ലൈ ആണ് ഈ കാണുന്നത് 40,000 കപ്പാസിറ്റി ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ 5 വോൾട്ട് 12 വോൾട്ടൊക്കെ തിരിച്ചെടുക്കാനുള്ള സപ്ലൈ വേറെ ഉണ്ട്. പിന്നെ ഒരു ബക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ HDMI കാർഡിന് വേണ്ടിയാണ്. വോൾട്ടേജ് 5 വോൾട്ട് സ്റ്റഡി ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ സബ് വൂഫറിൻ്റെ ആംപ്ലിഫയർ വരുന്നത്. ഇത് മോസ്പെറ്റ് ആണ്. 4 മോസ്പെറ്റ് വെച്ചിട്ടാണ് ബ്രിഡ്ജ് ചെയ്ത ബോർഡാണ്, മോണോ ബോർഡാണത്. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് IRF 240 9240 ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മോസ്പെറ്റ്. ഇത് പവർ ട്രിക്കിൻ്റെ തന്നെയാണ് നമ്മുടെ മെയിൻ ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത് 5200 1943 ആണ്. 5 പെയറാണ് ഇതിനകത്ത് 5 ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. സബ് വൂഫറിന് വേണ്ടിയിട്ട് 200 വാട്ടാണ് ഈ ബോർഡിൽ വന്നിരിക്കുന്നത്. ചാനൽ വാട്ട് വന്നിരിക്കുന്നത് ഓരോ ചാനലും 100 വാട്ട് വീതമാണ്. ഇതിൻ്റെ പുറകിലായിട്ടാണ് നമ്മൾ സ്പീക്കർ പ്രൊട്ടക്ഷൻ വെച്ചിരിക്കുന്നത്. സബ് വൂഫറിന് വലിയൊരു റിലേ വെച്ചിട്ടുണ്ട്, മറ്റുള്ള ചാനലുകൾക്ക് ചെറു. അങ്ങനെ പവർ ട്രിക്കിൻ്റെ തന്നെയാണ് ഒരു 5.1 റിലേ ആണ് വരുന്നത്. ഇത് സ്പീക്കർ ഔട്ടുകൾ, അതുപോലെ തന്നെ ഒരു കൂളിംഗ് ഫാൻ. നമ്മൾ കൂളിംഗ് ഫാൻ ആയിട്ടല്ല, ഒരു എക്സോസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ HDMI കാർഡ് വരുന്നത്. 4 HDMI ഇൻപുട്ട്, അതുകൂടാതെ HDMI ഒരു ഔട്ട് ഉണ്ട്. അതിനകത്ത് ARC ഉൾപ്പെടുത്തിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ഇത് Gtech ആണ്. ഇതിൻ്റെ താഴെയാണ് നമ്മൾ ഇതിനകത്ത് DTSൻ്റെ കാർഡ് ഉപയോഗിച്ചിരിക്കുന്നത്, ഡീകോഡർ. അത് ഒപ്റ്റിക്കൽ വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് DTS സറൗണ്ട് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ് ഉപയോഗിച്ചിരിക്കുന്നത്, സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴെ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ Gtechൻ്റെ PCM കിറ്റാണ്. അതിനകത്ത് വന്നിരിക്കുന്ന 2 ഒപ്റ്റിക്കൽ വരുന്നുണ്ട്, കോയാക്സിൽ, അതുപോലെ തന്നെ 6 ചാനൽ DVD ഇൻപുട്ട്. ഇതൊക്കെയാണ് താഴെ വരുന്ന റിമോട്ട് കിറ്റിൽ വരുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പാനൽ അക്രിലിക്കിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഈ ഭാഗം വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷ് തന്നെയാണ് ഈ ഉത്തരം കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത് ഗ്ലോസി ടൈപ്പാണ്, ഗ്ലാസ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഡ്യുവൽ കളർ നമുക്കത് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇത് പവർ ഓൺ സ്വിച്ച് നമ്മുടെ എല്ലാ ആംപ്ലിഫയറിലും കൊടുക്കാറുള്ള പോലെ തന്നെ എൽക്കോണിൻ്റെ നല്ലൊരു ക്വാളിറ്റി സ്വിച്ചാണ്, കംപ്ലയിൻറ്റ് കുറവാണ് ഇതിന്. ഇത് കൊടുത്തിരിക്കുന്നതിൻ്റെ മാസ്റ്റർ വോളിയം തന്നെയാണ്. മാസ്റ്റർ വോളിയത്തിൽ ഇതിൻ്റെ എല്ലാ ചാനലിൻ്റെ വോളിയം നമുക്ക് സെപ്പറേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഇൻപുട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടാണ് റോട്ടറി കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തും വന്നിരിക്കുന്ന നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു സബ് വൂഫറിൻ്റെ വോളിയാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. പിന്നെ USB കുത്താനുള്ള ഒരു സ്ലോട്ട് ഉണ്ട്, ചെറിയ ഡിസ്പ്ലേ. ഈ ചെറിയ ഡിസ്പ്ലേ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരിക്കലും എന്തെങ്കിലും ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയാലും നമുക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ള ഡിസ്പ്ലേ ആണിത്. പിന്നെ ഇൻപുട്ട് സെലക്ടറാണ്, അതായത് നമുക്ക് HDMIയുടെ ഇപ്പോൾ ഇതിവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതാണ്. HDMI 1 2 3 അങ്ങനെ നമുക്ക് ഇത് ഓരോന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ കൊടുത്തിരിക്കുന്ന ARC നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൺ ആക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മുൻവശം വരുന്നത്. ഇത് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം. ഇതിൽ ഫ്യൂസും ഇതും നമ്മൾ എൽക്കോൺ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പവർ ഓൺ 3 പിൻ സോക്കറ്റ് ഉപയോഗിച്ചിരിക്കുന്ന എൽക്കോൺ തന്നെയാണ്. നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സോക്കറ്റാണ് 3 പിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം എൽക്കോണിൻ്റെയാണ്. എൽക്കോൺ ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതും നമുക്കിവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു സ്പീക്കർ കണക്ടറാണ്. ബനാന സോക്കറ്റിനേക്കാളും ശരിക്കും പറഞ്ഞാൽ നല്ലതാണിത്. കാരണം ബനാന സോക്കറ്റ് നമുക്ക് ത്രെഡ് ചെയ്ത് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഫോറിൻ സെറ്റുകളുമൊക്കെ നിങ്ങൾ പണ്ട് കണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു സോക്കറ്റാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വരുന്നത് എറണാകുളത്ത് നിന്ന് തന്നെയാണ് ഇതെല്ലാം കിട്ടുന്നത്. ഇമ്പോർട്ടഡ് ആണ് ഇത് വരുന്നത്. ഇത് ആദ്യമേ വന്നുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, അതുപോലെ തന്നെ സെൻറ്റർ, സബ് വൂഫർ. ഒരു സബ് വൂഫറാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ അക്രിലിക് ഷീറ്റ് അടിക്കുമ്പോൾ ഈ സോക്കറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കട്ടിങ് ഇതിനകത്ത് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ഒരു എക്സോസ്റ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ താഴെ കാണുന്നതാണ് 6 ചാനൽ ഇൻപുട്ട് വന്നിരിക്കുന്നത്. ഇത് PCM, അതായത് ഇൻപുട്ട് ഒപ്റ്റിക്കൽ ഇൻപുട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ DVD ലെഫ്റ്റ് റൈറ്റ് ഒരു ഇൻപുട്ട് ഉണ്ട്. TVന്നോ ഓക്സിലറി ആയിട്ട് നമുക്കൊരു ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് ഉണ്ട്. അതിൻ്റെ താഴെയായിട്ടാണ് കോയാക്സിൽ 1 2 3 കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം HDMI ഇൻപുട്ടുകളാണ്. ഇത് വന്നിരിക്കുന്നത് HDMI ഔട്ടാണ്, വിത്ത് ARC ഉൾപ്പെടെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് പുറകുവശം വരുന്നത്. ഇപ്പോൾ നമ്മൾ ആംപ്ലിഫയറിൻ്റെ എല്ലാ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ചാനലായിട്ട് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സറൗണ്ട് സ്പീക്കർ നമ്മുടെ കടയിൽ ഉപയോഗിക്കുന്ന സറൗണ്ട് സ്പീക്കറാണ്. സബ് വൂഫർ കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന 12 ഇഞ്ച് സബ് വൂഫറാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ബ്ലൂറേ പ്ലെയറിൽ നിന്ന് HDMI വഴിയാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. HDMI 4ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പെൻഡ്രൈവ് വഴിയാണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോ നമ്മൾ പ്ലേ ചെയ്ത കോപ്പിറൈറ്റ് പ്രോബ്ലം കൊണ്ടാണ് വീഡിയോ പ്ലേ ചെയ്യാത്തത്. നമുക്ക് യൂട്യൂബ് തരുന്ന ഓഡിയോ ഫയലാണ് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. ഇത് നമുക്കൊന്ന് ഓഡിയോ ഒന്ന് വോളിയം കൂട്ടി നോക്കാം. ഇത് AVRൻ്റെ റിമോട്ടാണ്. ഇവിടെ സബിൻ്റെ വോളിയം അധികം വയ്ക്കുമ്പോൾ വൈബ്രേറ്റ് ചെയ്യും. Somebody take your time and your worth. Just focus on yourself first. Don't let somebody take your time and your worth. Just focus on yourself first. Don't let somebody take your time and your worth. Just focus on yourself first. Don't let somebody take your time and your worth. Just focus on yourself first.
നമ്മൾ സ്ഥിരം ചെക്ക് ചെയ്യാറുള്ള സോങ് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.